ശ്രീദേവി അസ്ട്രോളജിയിലേക്ക് ഏവർക്കും സ്വാഗതം. അഭീഷ്ടവരദായിനിയും ക്ഷിപ്രപ്രസാദിയുമായ ആറ്റുകാലമ്മയുടെ വിശ്വപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല പൂരം നക്ഷത്രവും പൗർണമിയും ചൊവ്വാഴ്ചയും ചേർന്ന് വരുന്ന മാർച്ച് 3-ാം തീയതിയാണ് ആ പുണ്യദിനം. പൊങ്കാല ദേവി സ്വീകരിക്കുന്നതോടുകൂടി ഭക്തർ പാപമുക്തരാകുന്നു എന്നാണ് സങ്കല്പം. ദാരിദ്ര്യം ഒഴിഞ്ഞുപോകാനും ദുഃഖങ്ങൾ തീരാനും കുടുംബ ഐശ്വര്യത്തിനും ആഗ്രഹ സാഫല്യത്തിനും ആണ് ഭക്തർ പൊങ്കാല സമർപ്പിക്കുന്നത് എന്നും വിശ്വാസമുണ്ട്. പൊങ്കാലയിടാൻ ആഗ്രഹിക്കുന്നവർ 9 ദിവസമോ 7 ദിവസമോ 5 ദിവസമോ 3 ദിവസമോ വ്രതമെടുക്കുന്നവരുണ്ട്. ഇനി തലേ ദിവസം മാത്രം വ്രതമെടുത്ത് പിറ്റേ ദിവസം പൊങ്കാല ഇടുന്നവരുമുണ്ട്. അത് ഓരോരുത്തരുടെ സൗകര്യം പോലെ. ചൊവ്വാഴ്ചയും പൗർണമിയും ചേർന്ന് വരുന്ന അമ്മയുടെ പ്രിയപ്പെട്ട ദിവസമായതുകൊണ്ട് ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. വ്രതസമയത്ത് ശുദ്ധിയോടുകൂടി രാവിലെയും സന്ധ്യാനേരങ്ങളിലും ലളിതാ സഹസ്രനാമം വായിക്കുന്നത് വളരെ ഉത്തമമാണ്. അത് സാധിക്കാത്തവർ അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്ന് ജപിക്കാം. ഓം സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ എന്ന് ജപിച്ചാലും കൊള്ളാം. പൊങ്കാല ഇടുന്നതിന് മുമ്പായി ഒരു ദിവസം ക്ഷേത്രദർശനം നടത്തി അമ്മയെ പ്രാർത്ഥിച്ച് അനുവാദം വാങ്ങണം. അമ്മയുടെ അനുഗ്രഹവും വാങ്ങണം. നേരത്തെ ക്ഷേത്രത്തിൽ പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ അമ്മയെ മനസ്സിൽ വിചാരിച്ച് അമ്മയുടെ നാമങ്ങളും ലളിതാ സഹസ്രനാമങ്ങളും ഒക്കെ പറഞ്ഞ് അമ്മയെ പ്രാർത്ഥിക്കണം. അമ്മയുടെ അനുഗ്രഹം അങ്ങനെയും നേടാം. ശുദ്ധവസ്ത്രം ധരിച്ച് ഭക്തിയോടുകൂടി ക്ഷേത്രദർശനം നടത്തി പ്രാർത്ഥിച്ച് പൊങ്കാല ഇട്ടാൽ 100% ഫലം ലഭിക്കും. അന്നേ ദിവസം തിരക്ക് കാരണം സാധിച്ചില്ലെങ്കിൽ അമ്മയുടെ നാമങ്ങൾ പറയുമ്പോൾ അമ്മയുടെ രൂപം മനസ്സിൽ നിറയും. അമ്മയുടെ രൂപം കാണാൻ കഴിയും. അതാണ് നാമജപത്തിൻ്റെ സവിശേഷത. 7 ദിവസവും സന്ധ്യയ്ക്ക് വിളക്കിനു മുന്നിൽ ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് ദേവീപ്രീതിക്കും ആഗ്രഹ സാഫല്യത്തിനും വഴിയൊരുക്കും. പൊങ്കാല ഇടാൻ ലഭിക്കുന്ന സ്ഥലം ആദ്യം വെള്ളം തളിച്ച് ശുദ്ധമാക്കണം. ശേഷം കല്ലുകൂട്ടണം. പുതിയ മൺകലത്തിൽ പൊങ്കാല ഇടണം. കലം നല്ലവണ്ണം കഴുകി ആവശ്യത്തിന് വെള്ളമെടുത്ത് അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം അരി നല്ലവണ്ണം കഴുകി കിഴക്ക് ദർശനമായി നിന്ന് വേണം അമ്മയെ നന്നായി പ്രാർത്ഥിച്ച് അമ്മേ നാരായണ ജപിച്ച് അരിയിടുക. പൊങ്കാല തിളച്ചാൽ 10 മിനിറ്റിനകം തന്നെ ശർക്കരയും ചിരകിയ തേങ്ങ, ഏലക്കായ്, ചെറിയ പഴം അരിഞ്ഞത്, നെയ്യ് ഇവ ചേർത്ത് ഇളക്കുക. പൊങ്കാല തിളച്ചു മറയുന്ന ദിക്കുകൾക്കും പ്രാധാന്യമുണ്ട്. കിഴക്കാണ് തിളച്ചു തൂകുന്നതെങ്കിൽ ദേവീപ്രീതി കൂടുതലായി ഉണ്ട് എന്നും ആഗ്രഹ സാഫല്യം വളരെ എളുപ്പമുണ്ടാകുമെന്നും അർത്ഥമാക്കാം. പൊങ്കാല തിളച്ചു തൂകുന്നത് പടിഞ്ഞാറ് ദിക്കിലോട്ടാണെങ്കിലും വടക്ക് ദിക്കിലോട്ടാണെങ്കിലും ആഗ്രഹ സാഫല്യം അല്പം താമസിക്കും എന്നുള്ളതേ ഉള്ളൂ. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ദേവീപ്രീതി ലഭിക്കും. ഇനി തെക്കോട്ടാണ് തിളച്ചു തൂകുന്നത് എങ്കിൽ കാലതാമസം ഏർപ്പെടും. ആഗ്രഹ സാഫല്യം വളരെ പതുക്കെ മാത്രമേ നടക്കൂ എന്നും പഴമക്കാർ വിശ്വസിച്ചു പോരുന്നു. പൊങ്കാല തിളച്ച് ഏത് ദിക്കിൽ മറിഞ്ഞാലും പ്രീതി ലഭിക്കുക തന്നെ ചെയ്യും. അമ്മ പൊങ്കാല സ്വീകരിക്കുകയും ചെയ്യും. എല്ലാവരും ഭക്തിയോടുകൂടി അമ്മയെ പ്രാർത്ഥിക്കണം. അമ്മയെ മഹാമായേ, സർവ്വ ഐശ്വര്യങ്ങളും തന്ന് രക്ഷിക്കണേ, ദാരിദ്ര്യ ശമനം ഉണ്ടാകണമേ, അഷ്ട ഐശ്വര്യങ്ങളും കുടുംബ സൗഖ്യവും ഉണ്ടാകണമേ എന്ന് ആത്മാർത്ഥമായി അമ്മയെ ഭക്തിയോടുകൂടി വിളിച്ച് പ്രാർത്ഥിച്ചാൽ അമ്മ മഹാമായ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് തരും. പൊങ്കാല തിളച്ച് മറിയുന്ന സമയത്ത് അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, ഓം സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ തുടങ്ങിയ ദേവീ പ്രീതികരമായ നാമങ്ങൾ പറഞ്ഞ് അമ്മയെ ഭക്തിയോടുകൂടി പ്രാർത്ഥിച്ചാൽ അമ്മ വളരെ എളുപ്പം നിങ്ങളുടെ പൊങ്കാല സ്വീകരിക്കുകയും ആഗ്രഹ സാഫല്യം ഉണ്ടാവുകയും ചെയ്യും.
വിവാഹ തടസ്സം നേരിടുന്നവർ അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിച്ചാൽ വളരെ പെട്ടെന്ന് ഉത്തമ വിവാഹം നടക്കും. ഇനി സർക്കാർ ജോലി ലഭിക്കണമേ അമ്മേ എന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ച് പൊങ്കാലയിട്ടാൽ സർക്കാർ ജോലി അടുത്ത പൊങ്കാലയ്ക്ക് മുമ്പായി ലഭിക്കുകയും ചെയ്യും. ഇതുപോലെ ആഗ്രഹ സാഫല്യങ്ങളൊക്കെ ഉണ്ടാകും. ലോകം മുഴുവൻ സമാധാനവും സുഖവും പകരൂ അമ്മേ, എല്ലാവർക്കും സമാധാനവും ആരോഗ്യവും നൽകൂ അമ്മേ എന്ന് ലോകത്തിന് വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയും നമ്മൾക്ക് വേണ്ടിയും എല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ, എല്ലാവർക്കും ജീവിതത്തിൽ സമാധാനം ലഭിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം, കമൻറ്റും ചെയ്യണം.